ഉത്സവത്തിനായി വേദികളിൽ മത്സര ഇനങ്ങൾ പുരോഗമിക്കുമ്പോൾ മത്സരമോ സമ്മാനമോ ഇല്ലാത്ത ചില പ്രവർത്തനങ്ങൾ വേദിക്ക് പുറത്ത് നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് വളണ്ടിയർമാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഹരിതചട്ടപ്രകാരമുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. വേദിക്കരികിലെത്തുന്ന എല്ലാവിധ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ചപ്പുചവറുകളും എടുത്തു മാറ്റാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന വളണ്ടിയർമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രവർത്തനം ഈ കലോത്സവ വേദികളിൽ എല്ലായിടത്തും തന്നെ പുരോഗമിക്കുകയല്ലേ? അതെ 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 പുത്തരിക്കണ്ട മൈതാനത്തുണ്ട്. ടാഗോർ തിയേറ്ററിൽ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ വോളണ്ടിയേഴ്സും ഇങ്ങനെ സെഗ്രിഗേറ്റ് നിർത്തിയിട്ടുണ്ട്. എല്ലാ ഏരിയയിലായിട്ടും സെഗ്രിഗേറ്റ് നിർത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റേ പേപ്പർ വേസ്റ്റും എല്ലാം മാറ്റാനായിട്ട്. അപ്പോൾ എല്ലാ വോളണ്ടിയേഴ്സും രാവിലെ തൊട്ട് 8 മണി തന്നെ കൃത്യനിഷ്ഠയോടെ എത്തുന്നത്. ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ ജോലി എടുക്കുന്ന, ആരും ഒരു സ്ഥലത്തും മടിയടിച്ചിരിക്കുന്നത് കാണാനുമില്ല. അതെ. ഇതിപ്പം നിലവിൽ എത്ര വളണ്ടിയർമാരാണ് വേദികളിലായി? ഇതിപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലായിട്ട് 50 വോളണ്ടിയേഴ്സിനാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ കോളേജുകളിലുള്ള കോളേജ് പിള്ളേരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അതായത് സ്കൂൾ പിള്ളേരുണ്ട്. ഇവരിപ്പം MG കോളേജിലെ സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. നഗരസഭ ഇൻചാർജ് ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളാണ് ഇവർ. കുട്ടികളെയുമായി ഹരിതകർമ്മസേനയും കോർപ്പറേഷനും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയും ഉൾപ്പെടെ മുന്നോട്ട് പോവുകയാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ എന്നും നമ്പർ 1 തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ശുചിത്വ മിഷനുമായി സംയുക്തമായി ചേർന്ന് ഹരിതചട്ട പ്രോട്ടോകോൾ നടപ്പാക്കിയത്. ആ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ വളണ്ടിയർമാരെയും നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇത്തവണത്തെ കലോത്സവ വേദിയിൽ കലോത്സവം കഴിയുന്നതോടൊപ്പം ഇത്തരത്തിൽ വേസ്റ്റുകളൊന്നും തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രമോദ് പന്നിയോടിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും മാനസ മനോജ്, കൈരളി ന്യൂസ്.